Hi friends, welcome to English Mithra. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി കുറച്ച് സീക്രറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ 8 എണ്ണം ഞാൻ പറയുന്നുണ്ട്. നമ്മളിപ്പം ഇംഗ്ലീഷ് പഠിക്കുന്നവരായിരിക്കും, പക്ഷെ നിങ്ങൾക്കത് കുറച്ചുകൂടി പെട്ടെന്ന്, ഇപ്പോൾ ചിലർ പറയാറില്ലേ എനിക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നുള്ള പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റില്ല, കുറച്ച് ടൈം എടുത്ത് നല്ല എഫർട്ട് എടുത്തൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. പക്ഷേ ചില ടാക്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയും ഫാസ്റ്റർ ആക്കാൻ പറ്റും. നമ്മുടെ ഈ പഠിക്കുന്ന പ്രോസസ്സിനെ കുറച്ചുകൂടെ ഫാസ്റ്റർ ആക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ടാക്ടിക്സ് ഉപയോഗിക്കാം നോക്കാം. ഓക്കെ, സോ ഒന്നാമത്തേത്, നമ്മളിപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഒത്തിരി പേരും ചെയ്യുന്നത് ആദ്യം തന്നെ വായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നെവർ ഡൂ ദാറ്റ്, ലൈക്ക് നെവർ സ്റ്റാർട്ട് വിത്ത് റീഡിങ്. ഓക്കെ, നമ്മൾ ആദ്യം ഓഡിയോസിലേക്കും പിന്നെ വീഡിയോസിലേക്കും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ പതുക്കെ വായിച്ചു തുടങ്ങാൻ വേണ്ടി. വായന എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. ഓക്കെ, ഈ ചിലർക്ക് കുറേ വായിച്ചു കഴിയുമ്പോഴത്തേക്കും വേർഡ്സിൻ്റെ മീനിങ്ങും അറിയില്ല, അത് പ്രൊനൗൺസ് ചെയ്യാനും അറിയില്ല, അങ്ങനെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നമുക്ക് വായന കുറച്ച് മടുപ്പായിട്ട് തോന്നും. അപ്പോൾ വായന വെച്ച് തുടങ്ങുവാണെങ്കിൽ നമ്മൾ ആ ഒരു ട്രാക്കിൽ കയറാൻ കുറേയും കൂടെ സമയമെടുക്കും. അതേസമയം നമ്മൾ പാട്ടുകൾ കേട്ടും മൂവീസ് കണ്ടും വീഡിയോസ് കണ്ടും തുടങ്ങുവാണെങ്കിൽ നമ്മൾക്ക് അത്രയും സമയം എടുക്കാതെ ഒരു ട്രാക്കിൽ വന്നതിന് ശേഷം അതിൻ്റെ കൂടെ റീഡിങ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി പെട്ടെന്ന് എന്താ പറയുന്നത്, ആ ഒരു ഇംഗ്ലീഷ് പഠിക്കാൻ കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി നമ്മൾ ഫാസ്റ്ററായിട്ട് പഠിച്ചു തീരും. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റ്. നമ്മൾ റീഡിങ്ങിൽ നിന്ന് തുടങ്ങരുത്. അതുകൂടാതെ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ കൂടെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ വലിയ നോവൽസിലേക്കൊക്കെ പോകാൻ വേണ്ടി. ഇപ്പം നമുക്ക് ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് കാണും, അല്ലെങ്കിൽ കുഞ്ഞു നോവൽസ് കാണും. അപ്പം നമ്മൾ ആദ്യം ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് വായിക്കാം. അപ്പം അതിനകത്ത് കുഞ്ഞു സ്റ്റോറീസ് ഒരു 10 സ്റ്റോറീസുള്ള ഒരു ബുക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റോറി വായിച്ചു, ഓക്കെ, ഒരു അക്കംപ്ലിഷ്മെൻറ്റ് തോന്നും നമുക്ക്, ഞാനൊരു സ്റ്റോറി വായിച്ച് തീർത്തല്ലോ അങ്ങനെ. അപ്പോൾ നമ്മൾക്ക് അടുത്തടുത്ത് വായിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ കുഞ്ഞ് 10 സ്റ്റോറി വായിച്ചപ്പോൾ നമ്മളൊരു ബുക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിയുമ്പോൾ നമുക്കൊരു കുഞ്ഞു നോവൽ എടുക്കാം. എസ്പെഷ്യലി ഇന്ത്യൻ വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മളൊരു കുഞ്ഞു നോവൽ എടുത്തു, അത് വായിച്ചു തീർന്നപ്പോൾ നമുക്ക് പിന്നെയും സന്തോഷം. പിന്നെ നമുക്കൊരു വലിയ നോവലിലേക്ക് പോകാനുള്ള കുറച്ചുകൂടി എന്താ പറയുന്നത്, ആ ഒരു ഫീൽ കിട്ടും. നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് കയറും. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഓഡിയോസും വീഡിയോസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേയും കൂടെ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടാകും. കുറേ കോമൺ വേർഡ്സിൻ്റെങ്കിലും പ്രൊനൗൺസിയേഷൻ നമ്മൾക്ക് അപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് റീഡിങ്ങിലേക്ക് കയറാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. റീഡിങ്ങും കൂടെ നമുക്കൊരു ട്രാക്കിൽ കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഇംഗ്ലീഷിൽ നിന്ന് നേരെ മലയാളത്തിലേക്ക് നമ്മൾ മലയാളത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംഗ്ലീഷിലേക്ക് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വിടും. ഓക്കെ, നമ്മൾ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ നമ്മളത് എങ്ങനെ മലയാളീകരിക്കാം എന്ന് നോക്കും, എന്നിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ മലയാളത്തിൽ നിന്ന് നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ കേട്ടത് മലയാളത്തിലേക്ക് ആക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ മലയാളത്തിലുള്ളൊരു കാര്യം ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടി നമ്മൾക്ക് ഓരോ വാക്കുകളും ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോൾ അത് തെറ്റാവും. കാരണം മലയാളം ലാംഗ്വേജ് ഒരു പ്രത്യേക രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് ലാംഗ്വേജ് വേറൊരു രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. മലയാളം ലാംഗ്വേജിൻ്റെ ഗ്രാമർ അല്ല ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾക്കുള്ള ഗ്രാമർ, അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേർഡ് ടു വേർഡ് എടുത്ത് നമുക്ക് അവിടെ വെക്കാൻ പറ്റത്തില്ല. ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് ഉണ്ട്, വേർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്, ആ ഒരു സ്ട്രക്ചർ ഉണ്ടാവും, അല്ലേ? നമ്മൾ മലയാളം സെൻറ്റൻസ് പറയുമ്പോൾ ചിലപ്പോൾ ആ ഒരു സാധനം അവിടെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ തെറ്റിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടെ തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മീനിങ് ടു മീനിങ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, ഞാൻ അവിടെ പോയി എന്നാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ ഞാൻ എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് ഐ, അവിടെ ദേർ, പോയി വെൻറ്റ് എന്നാക്കാൻ ഐ ദേർ വെൻറ്റ് എന്നായി പോകും, അല്ലേ? വേർഡ് ടു വേർഡ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഐ ദേർ വെൻറ്റ് എന്നുള്ള ഇംഗ്ലീഷ് ശരിയാണോ? അല്ല. എന്താ ശരിയായിട്ടുള്ളത്? ഐ വെൻറ്റ് ദേർ, അല്ലേ? അപ്പോൾ അവിടെ ഒരു രണ്ട് വേർഡ്സ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാറ്റേണ്ട വന്നു. ഓക്കെ, പക്ഷെ നമ്മൾ മീനിങ് വൈസ് ആണെങ്കിൽ ചെയ്യുന്നതെങ്കിലോ, ഞാൻ അവിടെ പോയി എന്നുള്ളത് ഞാൻ അവിടെ പോയി, അതിന് ഇംഗ്ലീഷിലാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഇക്വലൻ്റ് വരുന്നത് മീനിങ് വൈസ്? ഐ വെൻറ്റ് ദേർ. ഓക്കെ, അപ്പം നമുക്ക് സെൻറ്റൻസസ് കറക്റ്റായിട്ട് വരും. അപ്പം നമ്മൾ ഈ പഠിച്ചു തുടങ്ങുമ്പോഴേ
വേർഡ് ടു വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾക്കത് ശീലമായി പോകും, നമ്മൾ അതിലേക്ക് പെട്ടുപോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തുടക്കത്തിൽ തന്നെ തീരുമാനിക്കണം വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ പ്രോപ്പർ അല്ല, അത് തെറ്റായിട്ടുള്ള സാധനമാണ്, അത് ഞാൻ ചെയ്യാൻ പാടില്ല. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ മീനിങ് ടു മീനിങ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കണം. നമ്മുടെ മനസ്സിൽ വരുന്ന തോട്ട്സിനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ച് നമുക്ക് മീനിങ് ടു മീനിങ് ട്രാൻസ്ലേഷനിലേക്ക് വരാൻ പറ്റണം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ കുറച്ച് പ്രിഫറൻസ് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതായത് ഇപ്പം നമ്മളൊരു സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് ദെർസ് എ ലോട്ട് ഓഫ് റീഡിങ് ആൻഡ് ലിസണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് വി ഹാവ് ടു ഡു. പ്രോജക്റ്റ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറേ എഴുത്ത് പരിപാടികൾ വരും. അതേപോലെ തന്നെ നമുക്ക് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് വായിക്കേണ്ടി വരും. അതേസമയം ജോലി ചെയ്യുന്ന ഒരാളെ നിങ്ങളെടുത്ത് നോക്കുക. ജോലി ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ സമയം എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, സംസാരിക്കുകയും അതേപോലെ തന്നെ കേൾക്കുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്, നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണം, റീഡിങ് പഠിക്കണം, ലിസണിങ് പഠിക്കണം, റൈറ്റിംഗ് പഠിക്കണം, അതുപോലെ തന്നെ സ്പീക്കിങ്ങും പഠിക്കണം. ഓക്കെ, പക്ഷേ നമ്മളിത് 4 കൂടെ ഒരുമിച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ്. ആ കേസിൽ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ ഈ 4 എണ്ണത്തിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്ങിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുക. റീഡിങ് റൈറ്റിംഗ് അധികം ചെയ്യാൻ നിൽക്കാതിരിക്കുക. റീഡിങ് റൈറ്റിംഗ് നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എത്ര കുറവാണ് വരുന്നത്, 80% ലിസണിങ് സ്പീക്കിംഗ് ആയിരിക്കും, ആകെ ഒരു 20% നമ്മൾ റൈറ്റിംഗ് റീഡിങ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് മാത്രം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. റീഡിങ് ആൻഡ് റൈറ്റിങ്ങിലേക്ക് കുറച്ച് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, കൂടുതലും ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് എന്നുള്ള ആ ഒരു പ്രോസസ്സിലേക്ക് വരിക. അത് രണ്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ സ്പീക്കിംഗ് ലിസണിങ് നമ്മൾ നല്ലോണം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചെറിയ തോതിൽ റീഡിങ് റൈറ്റിംഗ് പോവുക. അപ്പോൾ നമ്മൾ ആവശ്യം നമുക്ക് നന്നായിട്ട് സംസാരിക്കണമെന്നോ നമുക്ക് ബാക്കിയുള്ളവർ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് മനസ്സിലാവണമെന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സാധിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അക്കംപ്ലിഷ്മെൻറ്റ് തോന്നിയിട്ട് കുറച്ചുകൂടിയും ഫാസ്റ്ററായിട്ട് പഠിക്കും. ഓക്കെ, ഓൾറൈറ്റ്, സോ ദാറ്റ് ഈസ് അനദർ പോയിന്റ്. ഇനി മറ്റൊരു കാര്യമാണ് നമ്മൾ സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് എസ്പെഷ്യലി ഈ ലിസണിങ് സ്പീക്കിംഗ് വേണ്ടിയാണ്. റീഡിങ്ങിന് വേണ്ടിയും ഡെഫിനറ്റ്ലി നമുക്ക് ഒരുപാട് ആപ്സ് ഒക്കെ ഉണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പോൾ സ്പീക്കിങ്ങിനും ലിസണിങ്ങിനും വേണ്ടി എസ്പെഷ്യലി നമ്മൾ മാക്സിമം ഇൻസ്റ്റഗ്രാം പോലത്തെ, ഫേസ്ബുക്ക് പോലത്തെ, യൂട്യൂബ് പോലത്തെ ആപ്ലിക്കേഷൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുക, ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യുക. ഓക്കെ, വേറെ പല കാര്യങ്ങളും നമ്മൾ ഈ 3-4 ആപ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്നും ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ ദിവസത്തിൻ്റെ ഒരു 20% ടൈം നമ്മൾ അതിലേക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും, അതിലും കൂടുതലും കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയം നമ്മൾ ഇംഗ്ലീഷിന് വേണ്ടി, ഇംഗ്ലീഷ് പഠിക്കുന്നതിലേക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പേജസ് നമ്മൾ ഫോളോ ചെയ്യുക, അതിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻസ് ചെയ്ത് വെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് കുറച്ചുകൂടി ആ ഒരു എക്സ്പോഷർ കിട്ടും സോഷ്യൽ മീഡിയയിലേക്ക്. അതിലൂടെ നമ്മൾ കുഞ്ഞു കാര്യങ്ങൾ എന്നും പഠിക്കുന്നുണ്ടാവും. മതി, നമ്മൾ ഒരു ദിവസം ഒരു വാക്ക് എവിടെയെങ്കിലും കേട്ട് പഠിച്ചാൽ മതി. ഒരു റീലിനകത്തൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ ആ വാക്കന്ന് പഠിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നോക്കുക, ആ വേർഡിനെ പറ്റി നമുക്കൊന്ന് സെർച്ച് ചെയ്യാൻ തോന്നും, നമ്മളത് പോയി നോക്കുക, അതിൻ്റെ വേറെ എക്സാമ്പിൾസ് കിട്ടും, വേറെ സിനോണിംസ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ വേർഡാണല്ലേ ആ വേർഡെന്ന് തോന്നും. ഓക്കെ, അങ്ങനെ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യത്തിലേക്ക് ഇംഗ്ലീഷിനെ കയറ്റിയപ്പം കുറച്ചുകൂടെ സമയം നമ്മൾ അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് പഠിക്കും, നമ്മൾ കൂടുതൽ ടൈം കൊടുക്കുന്നത് കൊണ്ട്. ഓക്കെ, ശരി, നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഒരു ഭാഗമാകും. ഓക്കെ, ശരി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രാമർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ആദ്യം തന്നെ ഗ്രാമർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബേസിക് ആയിട്ടുള്ള ഗ്രാമർ മാത്രം മതി. നമുക്കൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു സെൻറ്റൻസ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണോ അതോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണോ എന്ന് ആലോചിച്ച് നിൽക്കേണ്ട ഒരു ചാൻസ് വരരുത്. ഓക്കെ, അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ ഗ്രാമറിനെ എടുക്കുക. ഡെഫിനറ്റ്ലി ഗ്രാമർ ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്രാമർ ഇല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഭയങ്കരമായിട്ടും നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളും, എന്നാൽ അത്ര
പഠിച്ചില്ലെങ്കിൽ അത്ര വലിയ എഫക്റ്റ് ഉണ്ടാവാത്ത കാര്യങ്ങളും ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, നമ്മളെല്ലാം ബിഗിനേഴ്സ് ആണല്ലേ, അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്നവരായിരിക്കും. നമുക്ക് വേണ്ടിയ ഗ്രാമറുണ്ട്, എസെൻഷ്യൽ ഗ്രാമറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ സെറ്റ് ഓഫ് ഗ്രാമറിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനെ മെല്ലെ പഠിക്കാമെന്ന് വിചാരിക്കണം. ഓക്കെ, പഠിക്കരുതെന്നല്ല, മെല്ലെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പെർഫെക്റ്റ് ഗ്രാമർ എന്നുള്ള കോൺസെപ്റ്റ്, അയ്യോ ഗ്രാമർ തെറ്റിക്കാണോ, അയ്യോ പറയണ്ട ഗ്രാമർ തെറ്റും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുന്ന ഗ്രാമർ യൂസ് ചെയ്ത്, നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ള ഗ്രാമർ യൂസ് ചെയ്ത് നമ്മുടെ സെൻറ്റൻസസ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. എല്ലാ ഗ്രാമറും പോയി പഠിക്കാതിരിക്കുക. ബേസിക് ഗ്രാമർ മാത്രം, എസെൻഷ്യൽ ഗ്രാമർ മാത്രം നോക്കി വെക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ചുറ്റിനും നമ്മളുടെ ഇയേഴ്സ് എല്ലാത്തിനും ഓപ്പൺ ആയിട്ട് വെക്കുക. ഓക്കെ, നമ്മൾ എവിടെ ഇംഗ്ലീഷ് കേട്ടാലും നമുക്ക് ശ്രദ്ധിക്കാനുള്ള ആ ഒരു കേപ്പബിലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ഒരു ബസ്സിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾക്കൊരു ഇംഗ്ലീഷിലൊരു സോങ് കേൾക്കാൻ പറ്റണം. നമ്മളൊരു മൂവി കാണുമ്പോഴാണെങ്കിലും ഇംഗ്ലീഷ് ചൂസ് ചെയ്യണോ അതോ മലയാളം ചൂസ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മളൊരു തീരുമാനം എടുക്കണം. ഇംഗ്ലീഷ് കാണാം, കുറച്ചുകൂടി ആ ഒരു എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി ഫണ്ണും കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റും ഡെഫിനറ്റ്ലി മലയാളം മൂവീസ് ആയിരിക്കും. പക്ഷേ നമ്മളിവിടെ നമുക്കൊരു പേർപ്പസ് ഉണ്ടല്ലേ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ആ ഒരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് കണ്ടു തുടങ്ങണം. ഓക്കെ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മളൊരു ഇൻ്റർവ്യൂ യൂട്യൂബിൽ കാണുന്നതാണെങ്കിലും അങ്ങനത്തെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ കുറച്ചും കൂടെ ഒരു ദിവസത്തിൽ നമ്മൾ എവിടെയൊക്കെ ഇംഗ്ലീഷ് കോൺവെർസേഷൻ കേൾക്കാൻ പറ്റുമോ അത്രയും നമ്മൾ നമ്മുടെ ബ്രെയിനിന് ലിസണിങ്ങിലൂടെ എക്സ്പോഷർ കൊടുക്കണം. ലിസണിങ്ങിലൂടെ എക്സ്പോഷർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതൽ വേർഡ്സ് കേൾക്കും. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കൂടിയാണ് നമ്മൾ കേൾക്കുന്നത്. ഓരോ പ്രാവശ്യം വേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു വാക്ക് വായിക്കാനേ പറ്റുള്ളൂ, അതിൻ്റെ റൈറ്റ് പ്രൊനൗൺസിയേഷൻ നമുക്കറിയത്തില്ല. അതേസമയം ലിസണിങ് ചെയ്യുമ്പോൾ എന്താ, കുറച്ചുകൂടെ ഒരു വാക്കും അതിൻ്റെ പ്രൊനൗൺസിയേഷനും കൂടെയാണ് നമുക്ക് കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്ക് ആ വാക്ക് പോയിട്ട് ഗൂഗിൾ ചെയ്ത് ആ വാക്കിൻ്റെ മീനിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം ലിസണിങ് ആണ് കുറച്ചുകൂടിയും റീഡിങ്ങിനേക്കാളോ റൈറ്റിങ്ങിനേക്കാളോ സ്പീക്കിങ്ങിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ലിസണിങ് ആണ്. അതുകൊണ്ട് നമ്മൾ ഓൾ ത്രൂ ദ ഡേ എവിടെ എന്ത് കേൾക്കാൻ കിട്ടിയാലും don't stop doing that. Keep listening to whatever you can listen to in a particular day. Okay, so that is that. ഇനി വേറൊരു കാര്യം, ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഇന്ന് പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത സാധനം പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾക്ക് ശരിക്കും പെട്ടെന്ന് പഠിക്കണം, നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മൾ ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് എന്നത്തേക്കും വേണ്ടി ഒരു ടൈം ടേബിൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ 8th പോയിന്റും. നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു ടാർഗറ്റ് ഉണ്ടാവണം, നമുക്ക് സ്വന്തമായിട്ടൊരു ഗോൾ ഉണ്ടാവണം. ഓക്കെ, ഇത്ര നാളിനുള്ളിൽ ഇന്നതുവരെ പഠിക്കാം, ഇത്ര നാളും കൂടി നമുക്ക് മോഡറേറ്റ് ലെവലിലേക്ക് കയറാൻ പറ്റണം, ആ രീതിയിലുള്ള 3 മാസം കൊണ്ട് എനിക്ക് ഈ ലെവലിൽ എത്താൻ പറ്റണം എന്നുള്ള രീതിയിൽ നമുക്കൊരു ഗോളുണ്ട്. ആ ഗോളിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എവറി ഡേ ഗോൾസും വെക്കണം. എവറി ഡേ നമുക്കൊരു ടൈം ടേബിൾ വേണം. ഇന്ന ദിവസം ഇത് ക്ലിയർ ചെയ്യാം, ഇന്ന ദിവസം ഇത് ക്ലിയർ ചെയ്യാം, ഇന്ന ദിവസം ഇത് ക്ലിയർ ചെയ്യാം. ഗ്രാമർ ആണെങ്കിൽ ആദ്യത്തെ ദിവസം ടെൻസസിൻ്റെ ഇന്ന ടെൻസ് നോക്കാം, രണ്ടാമത്തെ ദിവസം ഇന്ന ടെൻസ് നോക്കാം, മൂന്നാമത്തെ ദിവസം ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കുറച്ചുകൂടിയും നിങ്ങൾക്ക് ആ ഒരു ഫ്രെയിം കിട്ടും, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, നമ്മൾക്ക് പലപ്പോഴും ഉള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല, പക്ഷേ ഇംഗ്ലീഷ് പഠിക്കണം, നമ്മൾ അവിടെ എവിടെയും കാണുന്ന എല്ലാം എടുക്കും, പക്ഷേ അവസാനം നമ്മളൊന്നും ഓർക്കില്ല. നമുക്കൊരു കാര്യം പറയേണ്ടി വരുമ്പോൾ നമുക്കൊന്നുമില്ല. അതേസമയം നമ്മുടെ അടുത്തൊരു ഫ്രെയിം വർക്ക് ഉണ്ട്, അതിനനുസരിച്ച് പോകാൻ പറ്റുന്ന നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ നമ്മളെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യും ഇത് ചെയ്യാൻ വേണ്ടി. ഇന്ന് ചെയ്യാത്തപ്പോൾ നമുക്കറിയാം ഇന്ന കാര്യമാണ് ചെയ്യാത്തതെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് എക്സ്ട്രാ ടൈം എടുത്ത് അതൊന്ന് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ എല്ലാ ദിവസത്തെയും ഗോൾസ് സെറ്റ് ചെയ്യുക. അതുകൂടാതെ നമ്മൾക്കൊരു കംപ്ലീറ്റ് ടാർഗറ്റ് വേണം. നമ്മൾ ഇത്ര കാലം കൊണ്ട് ഇത്ര വരെ പഠിക്കും എന്നുള്ളൊരു സാധനം കൂടി ഉണ്ടെങ്കിൽ അത് നമ്മളെ കുറച്ചും കൂടിയും നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റ് ആവും തോറും നമ്മൾക്ക് പഠിച്ച് തീർക്കാനുള്ള സമയം കുറയും, നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയ കുറച്ച് കാര്യങ്ങൾ. ഇത് നിങ്ങളിങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പം നമ്മൾ പല വീഡിയോസും കാണും, ഒരാഴ്ച കൊണ്ട് പഠിക്കുന്നത്, 2 ആഴ്ച കൊണ്ട് പഠിക്കുന്നത്. അതല്ല ഇംഗ്ലീഷ് ഫാസ്റ്റർ ആക്കാനുള്ള വഴി. ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സും ടാക്ടിക്സും നിങ്ങൾ ഫോളോ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങളിത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ
നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളുടെ വീഡിയോസിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇംഗ്ലീഷ് എങ്ങനെ സിമ്പിളായിട്ട് കട്ട് ഡൗൺ ചെയ്ത് പഠിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഈ പർട്ടിക്കുലർ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി. അതേപോലെ നിങ്ങൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നവർക്ക്, ഇംഗ്ലീഷ് അത്യാവശ്യമായിട്ട് പഠിക്കണം എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തോ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ അവർക്കത് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അതേപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണുന്നതെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പല ലെവൽസിലുള്ള കോഴ്സുണ്ട്. നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടാവും. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കൗൺസിലർ നിങ്ങൾക്ക് കോഴ്സിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും ഓരോ കോഴ്സിൻ്റെതും പറഞ്ഞുതരും. നിങ്ങൾക്കൊരു ലെവൽ ടെസ്റ്റ് ഒക്കെ എടുത്ത് നിങ്ങളിപ്പോൾ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്നൊക്കെ കണ്ടിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് കോഴ്സ് പറഞ്ഞുതരും. എന്നിട്ട് അതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ ആ ഫാമിലി. So that's all for today. Until we see again next time, this is Satya Abraham signing off from English Mithra. Thank you. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.